ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നവംബർ 28 വിശുദ്ധ സോസ്തേനസ്, കൊളോഫോണിലെ വിശുദ്ധ സോസ്തേനസ് എന്നും പറയും. കൊറിന്തോസിലെ സിനഗോഗിൻ്റെ ലീഡറായിരുന്നു, നേതാവായിരുന്നു ഈ സോസ്തേനസ്. കൊറിന്തോസ് ലേഖനത്തിൽ 1 കൊറിന്തോസ് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല നടപടിയിൽ 18-ാമത്തെ അധ്യായത്തിലും ഈ സംഭവം, അതായത് കൊറിന്തോസിലെ സിനഗോഗിൻ്റെ അധികാരിയായിരുന്നു സോസ്തേനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പസ്തോലിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസം അദ്ദേഹം സ്വീകരിച്ചത്. മാത്രമല്ല, കൊളോഫോൺ എന്ന് പറയുന്ന ഏഷ്യ മൈനറുടെ സ്ഥലമാണ് കൊളോഫോൺ. അവിടുത്തെ ആദ്യത്തെ മെത്രാനായിട്ട് പൗലോസ് ലീഗ ഈ സോസ്തേനസിനെ നിയമിച്ചുവെന്നാണ് സഭാ പാരമ്പര്യം. പിന്നെ അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിക്കുകയും ചെയ്തു. അപ്പോൾ കൊറിന്തോസിലെ യഹൂദ സിനഗോഗിൻ്റെ അധികാരിയായിരുന്ന ആള് പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണം കേട്ട് മാനസാന്തരപ്പെട്ടു. കൊളോഫോണിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. രക്തസാക്ഷിയായിട്ട് മരിച്ചു. അങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ പൗലോസിൻ്റെ നേരെ ശിഷ്യനായിരുന്ന സോസ്തേനസ് സഭയിലെ മെത്രാനായി രക്തസാക്ഷിയായിട്ട് മരിച്ചു. ഈ സംഭവമാണ് നമ്മൾ 28-ാം തീയതി, നവംബർ 28-ാം തീയതി അദ്ദേഹത്തിൻ്റെ തിരുനാൾ. അനേകം പേര് തിരുനാൾ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നു. ബൈബിളിൽ കൊറിന്തോസ് ലേഖനത്തിൽ 1:1 പേര് രേഖപ്പെടുത്തപ്പെടുകയും നടപടിഗ്രന്ഥം 18-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ വിവരണം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. തിരുവചനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരുകളുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇങ്ങനെയുള്ളവരുടെ തിരുനാളുകളൊക്കെ പ്രീ കോൺഗ്രിഗേഷൻ പറയും. അതായത് സഭ ഈ വിശുദ്ധരെ പ്രഖ്യാപിക്കാനുള്ള പ്രോസസ്സ് നടത്താനുള്ള കോൺഗ്രിഗേഷനൊക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് വിശുദ്ധരായി സഭയിൽ വണങ്ങപ്പെട്ടവരുടെ കഥയാണത്. അതാണ് പ്രീ കോൺഗ്രിഗേഷൻ എന്ന് പറയണേ. അങ്ങനെയുള്ളൊരു വിശുദ്ധനാണ് സോസ്തേനസ്. നമുക്കും ഇതുപോലെ സുവിശേഷം കേൾക്കുന്നവരാകാം, സുവിശേഷം പറയുന്നവരാകാം. അങ്ങനെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവരും സഭയിലെ പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്ക് വരികയും കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യമായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുക. കർത്താവിൻ്റെ സുവിശേഷം എല്ലാവർക്കും എത്തിക്കാനായിട്ട് ആ സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. ദ ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് സാൽവേഷൻ. കർത്താവിൻ്റെ സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. ഇത് നമ്മൾ ബോധ്യപ്പെടുകയും മറ്റെല്ലാവരും ബോധ്യപ്പെടുത്താനായിട്ട് തയ്യാറാകുകയും ചെയ്യുന്ന തയ്യാറാകുകയും ചെയ്യുക. അത് ഒരു അഡീഷണൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു ഉത്തേജനം നൽകുന്ന നിമിഷമായിരിക്കട്ടെ ഈ സോസ്തേനസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.